ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഉൾപ്പെട്ട CPM-കാരെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ കുറ്റപത്രം വന്ന ശേഷം പാർട്ടിയിലുള്ളവർക്കെതിരായ നടപടികളിലേക്ക് കടക്കാമെന്നായിരുന്നു കരുതിയിരുന്നത്. ജയിലിലായ ഘട്ടത്തിൽ നടപടികളിലേക്ക് പോയില്ല. അവരുടെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വിശദീകരണം തേടുകയും പാർട്ടി പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അതിന്റെ വഴിക്ക് നടക്കും. നടപടിയെടുക്കുന്നതിന് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം, അവരെ കേൾക്കണം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. കേസുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആളാണ് ആദ്യം ആരോപണം ഉന്നയിക്കുന്നത്. അവിടുത്തെ ഒരു പീഠം കാണാനില്ലെന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നത്. അങ്ങനെയാണ് വിജിലൻസ് അന്വേഷണം നടത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് പീഠം കണ്ടെത്തിയത്. അവിടെ തന്നെ ഒരു ഗൂഢാലോചന നടന്നിരിക്കുകയാണ്. അതാണ് വളർന്ന് മറ്റൊരു രീതിയിലേക്ക് എത്തിയത്. കേസിൽ സമഗ്രമായ അന്വേഷണം നടക്കണമെന്ന നിലപാടാണ് ദേവസ്വം ബോർഡും സർക്കാരും സ്വീകരിച്ചതെന്നും ഒടുവിൽ ആ അന്വേഷണത്തിന്റെ മേൽനോട്ടം കോടതി തന്നെ ഏറ്റെടുത്തുവെന്നും സർക്കാരും കോടതിയുടെ അഭിപ്രായത്തോട് അനുകൂലിച്ചു. അങ്ങനെയാണ് SIT രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു. അതിന് എല്ലാ പിന്തുണയും സർക്കാർ നൽകി. സർക്കാർ ഇടപെട്ട് SITയെ നിയന്ത്രിക്കുന്നുവെന്ന സംശയമുണ്ടായി. ബാഹ്യശക്തികൾ ഇടപെടുന്നില്ലെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.